Usage of by. This is the teacher I was inspired by. This is the teacher I was motivated by. This is the leader we were motivated by. പാസീവ് വോയിസിൽ ഒഴിച്ചുകൂടാനാവാത്തതും എന്നാൽ വളരെയേറെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ് ബൈയുടെ യൂസേജ്. എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് കൺസ്ട്രക്ട് ചെയ്യുന്നതും ബൈ ഉപയോഗിക്കുന്നതും? ഈ സെന്റൻസ് നോക്കൂ. ദിസ് ഈസ് ദ ടീച്ചർ ഐ വാസ് ഇൻസ്പയർഡ് ബൈ. ഈ ടീച്ചറാലാണ് ഞാൻ ഇൻസ്പയർ ചെയ്യപ്പെട്ടത്. ഇതെങ്ങനെയാണ് പറഞ്ഞത്? ദിസ് ഈസ് ദ ടീച്ചർ ഐ വാസ് ഇൻസ്പയർഡ് ബൈ. ഞാൻ ഇൻസ്പയർ ചെയ്യപ്പെട്ടു എന്നെങ്ങനെയാണ് പറഞ്ഞത്? ഐ വാസ് ഇൻസ്പയർഡ് ബൈ. ഇവിടെ നമ്മൾ സെന്റൻസിൽ ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, അതിനുശേഷം അതിന് ചേരുന്ന പാസ്റ്റിലെ ബി ഫോം ആയ വെർബ്. ഏതാണ് ബി ഫോം പാസ്റ്റില്? വോസും വേറും ആണ്. ഇവിടെ ഐ ആയതുകൊണ്ട് ഐ വോസ്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ഫോമായ V3 ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ഐ വാസ് ഇൻസ്പയർഡ് ബൈ. ഇനി ഞാൻ പഠിപ്പിക്കപ്പെട്ടത്, ഈ ടീച്ചറാലാണ് ഞാൻ ഈ വിഷയം പഠിപ്പിക്കപ്പെട്ടത്, എന്നെ പഠിപ്പിച്ചത് എന്നതിന്റെ മറ്റൊരു രൂപത്തിൽ പറയാനാണെങ്കിൽ നമ്മൾ അവിടെ ഐ വാസ് ടോഡ് ബൈ എന്നാണ് പറയുക. ദിസ് ഈസ് ദ ടീച്ചർ ഐ വാസ് ടോഡ് ബൈ. അപ്പൊ ഓർമ്മിക്കേണ്ട കാര്യം ഐ വാസ് ടീച്ച് ബൈ എന്ന് പറയരുത്. നമ്മളിവിടെ V3 ഫോം അറിയാത്ത ഒരാൾക്ക് പാസീവ് പഠിക്കാൻ പറ്റില്ല. ഐ വാസ് ടോഡ് ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് പറയാൻ. ഇനി ഈ ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത് എന്ന് പറയാൻ എങ്ങനെയായിരിക്കും പറയാ? ദിസ് ഈസ് ദ ഡോക്ടർ ഐ വാസ് ട്രീറ്റഡ് ബൈ. ഈ ലീഡറാണ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് എന്നെങ്ങനെയാണ് പറയാ? ഷീസ് ദ ലീഡർ വി വർ മോട്ടിവേറ്റഡ് ബൈ. വി വർ മോട്ടിവേറ്റ് ബൈ എന്നല്ല പറഞ്ഞത്, വി മോട്ടിവേറ്റ് ബൈ എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, അതിനുശേഷം ബി ഫോമിൽ വരുന്ന പാസ്റ്റിലെ വേർബ് പറഞ്ഞു, അതിനുശേഷം V3 ഫോം പറഞ്ഞിട്ടാണ് നമ്മൾ ബൈ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദ ടീച്ചർ ഐ വാസ് ഇൻസ്പയർഡ് ബൈ. ദിസ് ഈസ് ദ ലീഡർ ഐ വാസ് ഗൈഡഡ് ബൈ. ഷീ ഈസ് ദ ഡോക്ടർ ഐ വാസ് ട്രീറ്റഡ് ബൈ. ഷീ ഈസ് ദ ഡോക്ടർ ആൻഡ് വാസ് ട്രീറ്റഡ് ബൈ. പാസീവ് വോയിസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.